തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണങ്ങൾ ആരംഭിച്ചു. പകൽ 11-നും 3 മണിക്കും ഇടയിലാണ് പത്രികാ സമർപ്പണം. ഈ മാസം 21 വരെ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാം. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവും പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. പകൽ 11-നും 3-നും ഇടയിലാണ് പത്രിക സമർപ്പിക്കേണ്ടത്. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ജില്ലാ തെരഞ്ഞെടുപ്പ് വരണാധികാരിയായ കളക്ടർക്ക് മുമ്പാകെയോ ഉപവരണാധികാരികളായ ADM-നോ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്കോ മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത്. പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ കമ്മീഷൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള വരണാധികാരികൾക്കോ ഉപവരണാധികാരികൾക്കോ പത്രിക സമർപ്പിക്കണം. വാർഡുകൾ കൂടുതലുള്ള മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഒന്നിലധികം വരണാധികാരികളെ നിശ്ചയിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് തലത്തിൽ മത്സരിക്കുന്നവർ 2000 രൂപയും ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും മത്സരിക്കുന്നവർ 4000 രൂപയും ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും മത്സരിക്കുന്നവർ 5000 രൂപയും കെട്ടിവെക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന സ്ഥാനാർത്ഥികൾക്ക് നിശ്ചിത തുകയുടെ പകുതി മതിയാകും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിക്കൊപ്പം 3 അകമ്പടി വാഹനം മാത്രമേ 100 മീറ്റർ പരിധിക്കുള്ളിൽ അനുവദിക്കുകയുള്ളൂ. വരണാധികാരികളുടെ മുറിയിൽ സ്ഥാനാർത്ഥി ഉൾപ്പെടെ 5 പേർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. 21 വരെയാണ് നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കുക. 22-ന് സൂക്ഷ്മ പരിശോധന. 24-നാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.